ഇന്ന് വൈകിട്ട് ഞാൻ ജിമ്മിന് പോവാം. കുറേ ദിവസമായിട്ട് എനിക്ക് ജിമ്മിന് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഈ ജിമ്മിന് പോയപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അജ്മലിൻ്റെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. അജ്മൽ ആരാന്ന് പറയുക മിസ്റ്റർ കേരളയാണ്. അപ്പോൾ പലരും പറയും അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് അടിപൊളിയാണെന്ന് കുറേ സ്റ്റുഡൻസ് പറയുകയും ചെയ്തു. എനിക്കാണെങ്കിൽ ഡ്യൂട്ടി ഒഴിവാക്കി കൊണ്ടൊന്ന് ജിമ്മിൽ പോകാൻ. നമ്മൾ ജിമ്മിലൊക്കെ പോകണമെന്തിനാണ്? നമ്മുടെ ലൈഫ് ഫിറ്റാക്കാൻ വേണ്ടിയാണല്ലോ. ഇപ്പം ഞാൻ ജിമ്മിന് പോകണമെന്തിനാ വെച്ചാൽ നമ്മൾ റെഗുലറായിട്ടുള്ള വർക്കൗട്ടുകളൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഓൾറെഡി വർക്കൗട്ട് ചെയ്യുന്നതാണ്, അതിലൊരുപാട് മിസ്റ്റേക്സ് തിരുത്താനും മറ്റുമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ മിസ്റ്റർ അജ്മലിൻ്റെ വർക്കൗട്ട് സെഷൻ അറ്റൻഡ് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് മുമ്പിലുണ്ട്. അപ്പോൾ ഇന്ന് വൈകിട്ട് ഞാൻ വീണ്ടും ജിമ്മിലേക്ക് പോയിട്ട് നമ്മൾ ആ വർക്കൗട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ബാക്കി എല്ലാ ഷെഡ്യൂളും മാറ്റി വെച്ചിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ തന്നെ ആയത്. അത് കഴിഞ്ഞ് വൈകുന്നേരം പോകാനൊക്കെ റെഡിയാക്കി. അപ്പം നോക്കുമ്പോൾ ഇന്നത്തെ ട്രെയിനിങ്ങിൻ്റെ പേര് ഞാനൊന്ന് നോക്കി. മൊബിലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി വർക്കൗട്ട് എന്ന് പറഞ്ഞത്. നമ്മൾ എന്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിനെക്കുറിച്ചൊരു അറിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എന്താണ് ഈ മൊബിലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി വർക്കൗട്ട്? മൊബിലിറ്റി, നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മളെപ്പോഴും മൊബൈലാണ്. നമ്മൾക്കെപ്പോഴും നമ്മൾ സ്റ്റേബിളായിട്ട് നിൽക്കുകയും വേണം. അപ്പോൾ ഇത് രണ്ടും ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു വർക്കൗട്ട് സെഷൻ, 1 മണിക്കൂറുള്ളൊരു വർക്കൗട്ട് സെഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞിട്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിന് പോവുകയാണല്ലോ. അപ്പോൾ എന്താണ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരീരത്തിൻ്റെ ചലനത്തിൻ്റെ സമയത്ത് നന്നായിട്ട് സ്റ്റേബിളായിട്ട് നിൽക്കാനും അങ്ങോട്ട് തെന്നിപ്പോവാതെ നല്ല ഉറച്ചു നിൽക്കാനുമുള്ള നമ്മുടെ ശരീരത്തിൻ്റെ കഴിവാണത്. നമ്മുടെ നിയന്ത്രണവും നമ്മുടെ തുലനവും നിലനിർത്തുക. നമ്മളിങ്ങനെ അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങനെ അങ്ങോട്ട് വീണ് പോകാനും പാടില്ല. എപ്പോഴും നല്ല ജെൻറ്റിലായിട്ട് നല്ല സ്റ്റേബിളായിട്ട് നിൽക്കണം. ഈ സ്റ്റെബിലിറ്റി വർക്കൗട്ടുകൾ എന്തിനാണ് സഹായിക്കുക? ഒന്ന്, നമ്മുടെ കോർ മസിലുകൾ സ്റ്റേബിളായി നിൽക്കാനും, പിന്നെ സ്റ്റെബിലിറ്റിക്ക് സഹായിക്കുന്ന ഒരുപാട് മസിലുകളുണ്ട്. നമ്മുടെ ചലനത്തിന് സഹായിക്കുന്ന മസിലുകളുമുണ്ട്, നമ്മളെ സ്റ്റേബിളാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മസിലുകളുമുണ്ട്. ഈ സ്റ്റേബിളായിട്ടുള്ള മസിലുകളെ ഏറ്റവും കരുത്തുറ്റതാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ കരുത്തോടെ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടുകളാണ് സ്റ്റെബിലിറ്റി വർക്കൗട്ടുകൾ എന്ന് പറയുന്നത്. പ്ലാങ്ക് വർക്കൗട്ടുകൾ, സിംഗിൾ ലെഗ് ബാലൻസ് വർക്കൗട്ടുകൾ, ബ്രിഡ്ജസ്, ഇതുപോലുള്ള വർക്കൗട്ടുകളാണ് ഈ സ്റ്റെബിലിറ്റി വർക്കൗട്ടുകളായിട്ട് ചെയ്തു പോരുന്നത്. എന്തായാലും ഇന്ന് അജ്മൽ എന്തൊക്കെ നമ്മളെ പഠിപ്പിച്ചു തരാം എന്നുള്ളത് നോക്കട്ടെ. അതിന് ശേഷം ഞാൻ വീണ്ടും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ അതിൽ വർക്കൗട്ടിൽ പാർട്ടിസിപ്പൻ്റ് ആയതിനു ശേഷം ബാക്കി കാര്യങ്ങൾ ഞാൻ പറയും. ഇനി മൊബിലിറ്റി വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഇതൊക്കെ നല്ല ഫുൾ റേഞ്ചിൽ നമുക്ക് മൂവ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാക്കി തരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ മൊബിലിറ്റി മസിലുകൾക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൊബിലിറ്റി വർക്കൗട്ടുകൾ ചെയ്യുക. ഡൈനാമിക് സ്ട്രെച്ചസ്, ഹിപ്പ് ഓപ്പണേഴ്സ്, ഷോൾഡർ റൊട്ടേഷൻസ്, ഇതുപോലുള്ള ഒരുപാട് വർക്കൗട്ടുകൾ നമ്മൾ ഈ മൊബിലിറ്റിക്ക് സഹായിക്കുന്ന ജോയിൻസിനെയും മസിലിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യുന്ന വർക്കൗട്ടുകളാണ് ഈ മൊബിലിറ്റി എക്സസൈസിൽ പെടുന്നത്. ഇത് നമ്മുടെ ഫ്ലെക്സിബിലിറ്റിയെയും നമ്മുടെ ജോയിൻസിൻ്റെ ഹെൽത്തിനെയും ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ്. അപ്പോൾ നമ്മളുടെ സ്റ്റെബിലിറ്റി വർക്കൗട്ടുകൾ നമ്മളെ സഹായിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മളെ പൊസിഷനിൽ ഹോൾഡ് ചെയ്ത് വെക്കാനും നമ്മുടെ കൺട്രോൾ സ്ട്രെങ്ത് ചെയ്യാനും വേണ്ടിയാണ്. മൊബിലിറ്റി വർക്കൗട്ടുകൾ എന്തിനാണ് സഹായിക്കുക? നമ്മുടെ ജോയിൻസിനെ വളരെ ഫ്ലെക്സിബിളായിട്ട് മൂവ് ചെയ്യാനും നമ്മുടെ ശരീരത്തെ ഫ്ലെക്സിബിളായിട്ട് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുക. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ഇമ്പ്രൂവ് ചെയ്യൽ ആവശ്യമാണ്. നമുക്ക് സ്റ്റേബിളായിട്ട് ഉറച്ചു നിൽക്കുകയും വേണം, ജീവിതത്തിൽ നന്നായിട്ട് മൂവ് ചെയ്യുകയും വേണം. അത് സൈക്കോളജിക്കലായിട്ടാണെങ്കിലും ഫിസിക്കലായിട്ടാണെങ്കിലും ഇത് രണ്ടും ബാലൻസ് ചെയ്യാൻ നിന്നാലേ നമുക്ക് ഹെൽത്തി ആവാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വെറും ഒരു സ്റ്റെബിലിറ്റി മാത്രം അല്ലെങ്കിൽ ഒന്ന് ഓടേണ്ട ഘട്ടത്തിൽ ഓടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മൂവ് ചെയ്യേണ്ട ഘട്ടത്തിൽ മൂവ് ചെയ്യാനോ പറ്റില്ല. നമുക്ക് സംഗതി ബാലൻസിങ് ഒക്കെ ഓക്കെ ആയിരിക്കും, പക്ഷേ ഇതൊക്കെ ആവില്ല. ഇനി നമുക്ക് നല്ല മൊബിലിറ്റി ഉണ്ട്, എന്നാൽ സ്റ്റെബിലിറ്റി ഇല്ലെങ്കിലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും പെട്ടെന്ന് വീണ് പോയി ഇഞ്ചുറി ഒക്കെ കൊടുക്കാനുള്ള സാധ്യതയും കൂടുതൽ. അപ്പോൾ രണ്ടും നമുക്ക് ആവശ്യമാണ്.